الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ നീക്കുപോക്കുകളും ഓരോ ചലനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കർമ്മങ്ങളും പാരത്രിക ലോകത്ത് വിലയിരുത്തപ്പെടുമെന്ന ബോധ്യത്തോടെ അള്ളാഹുവിന് തൃപ്തികരമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും സ്വാലിഹുകളോടുമൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് കക്ഷിത്വങ്ങൾ ഉടലെടുത്ത ഒരു കാലഘട്ടമാണ്. ഒരുപാട് കക്ഷികൾ നിലനിൽക്കുന്നുണ്ട്, ഒരുപാട് സംഘങ്ങൾ. മുസ്ലിം സമുദായത്തിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും സംഘടനകളും സംഘങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും വാദം ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീൻ, ഞങ്ങളാണ് സ്വർഗാവകാശികൾ,
ഞങ്ങൾ തന്നെയാണ് യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാ. ഇത്തരം വാദങ്ങൾ പലയിടങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഭിന്നിപ്പുകളും തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പള്ളികളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാവാറുണ്ട്, മദ്രസകളിൽ ചർച്ചകളുണ്ട്, അങ്ങാടികളിലും കല്യാണ വീടുകളിലും ഷോപ്പിംഗ് മാളുകളിലും എവിടൊക്കെയാണോ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇത്തരം അഭിപ്രായ ഭിന്നതകളും. ഇത് ഒരു പിൽക്കാലത്തുണ്ടായ യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു സംഭവ വികാസമല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത്, ഇന്ന ബനി ഇസ്രാഈല ഇഫ്തറഖു. ഇസ്രായേലിയർ, ബനു ഇസ്രായേലിയർ അവർ ഭിന്നിച്ചിട്ടുണ്ട്. അലാ 71 ഫിർഖ, 71 വിഭാഗമായി അവർ പിരിഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. അങ്ങനെ പല ആളുകളും പിരിഞ്ഞതുപോലെ 71, 72 ഒക്കെ ആയിട്ട് പലരും പിരിഞ്ഞിട്ടുണ്ട്. ഇതേ രൂപത്തിൽ വസതഫ്തരിഖു ഉമ്മത്തി, എന്റെ സമുദായവും ഭിന്നിക്കും, അലാ 73 ഫിർഖ, 73 വിഭാഗമായി ഭിന്നിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, സ്വഹാബത്തിനോട് പറയാണ്, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ. റസൂലുള്ളാഹിന്റെ പദപ്രയോഗം ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒട്ടനവധി ഭിന്നതകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വഹാബത്തിനോടാണ് പറയുന്നത്. ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, ഭിന്നതകൾ ഉടലെടുക്കുന്നത് ഫസയറ, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് എന്റെ ശേഷം ജീവിക്കുന്നവർക്ക് കാണാൻ കഴിയും. അത്തരം സംസാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത് എത്രത്തോളമാണെന്നറിയുമോ? ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നോക്കൂ, ഗൗരവം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളല്ല, ഏതെങ്കിലും ശാഖാപരമായ, നമ്മൾ അങ്ങനെ പറഞ്ഞല്ലോ, അതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതിലൊക്കെ നമ്മൾ അങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ടതുണ്ടോ? അങ്ങനെ ശാഖാപരമായ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭിന്നതകളുടെ തീവ്രതയെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ സമുദായത്തിൽ നിന്നും ഒരു വിഭാഗം ഹത്താ തൽഹഖ, അവർ ഇഴുകിച്ചേർന്ന് കൂടിച്ചേരുന്നത് വരെ. ആരോട്? ബിൽ മുശ്രിക്കീൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുദൈവ വിശ്വാസികളുമായി, മുശ്രിക്കുകളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്നത് വരെ, എന്റെ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് അതാകുന്നത് വരെ, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ വരികയില്ല. റസൂലുള്ളാഹി ഹദീസ് അവസാനിപ്പിച്ചിട്ടില്ല. ഏത് പറഞ്ഞെന്നറിയോ? വഹത്താ യുഅബദു ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ അതെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമുദായത്തിലുണ്ടാകുന്ന ഭിന്നതയെക്കുറിച്ച്, നമ്മുടെ സമുദായത്തിലുണ്ടാകുന്ന ഭിന്നിപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ശരി, ഭിന്നിപ്പുണ്ടാകും, അത് റസൂലുള്ളാഹിന്റെ പ്രവചനത്തിലുണ്ട്, നമ്മുടെ അനുഭവത്തിലും അതുണ്ട്. ശരി, എന്താണ് നമ്മുടെ നിലപാട്? പരിശോധിക്കണ്ടേ? ഇത്തരം സന്ദർഭങ്ങളിൽ പലരും വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളുമാണ്. ഞാനിപ്പം ഇന്ന കൂട്ടത്തിലാണ്. എന്താ കാരണം? അത് എൻ്റെ കുടുംബക്കാരൊക്കെ ആ ഗ്രൂപ്പിലാണ്, അതുകൊണ്ട് ഞാൻ അവിടെയാണ്. ഞാൻ ഇന്ന ടീമിലാണ്. എന്തേ കാരണം? അത് ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉള്ളത് ഈ ഗ്രൂപ്പിലാണ്. ശരി, ഞാനിപ്പോ ഒന്നിനുമില്ല. അതെന്തേ? അത് അവര് പറയുന്നു ഇതാ ശരിന്ന്, ഇവര് പറയുന്നു ഇതാ ശരിന്ന്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഞാനിപ്പോ ന്യൂട്രലാണ്, ഒരു നിഷ്പക്ഷൻ. എന്താണ് നമ്മുടെ നിലപാട്? ഇങ്ങനെയാണോ? നമ്മൾ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? നമ്മളെ വാപ്പാരും കുടുംബക്കാരും ഉള്ള ഗ്രൂപ്പിലാണോ?
അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു നിഷ്പക്ഷനായിട്ട് ഒരുപാട് കക്ഷികളും വ്യത്യസ്തമായ സംഘടനകളും പ്രശ്നങ്ങളൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇനി ഞാൻ ഇങ്ങനെയാണോ എന്ത് നിലപാട്, ഇതിനൊന്നും വ്യക്തമായ ഒരു മാർഗരേഖ ഇസ്ലാമിൽ ഇല്ലേ? പരിശോധിക്കണ്ടേ നമ്മൾ? നോക്കൂ, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത് ആദ്യമല്ല, അത് പ്രവാചകന്റെ പ്രവചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗ്ഗരേഖ നൽകിയിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ذلك خير واحسن تأويلا. അല്ലാഹു പറയാണ്, فإن تنازعتم في شيء, നിങ്ങൾ വല്ല കാര്യത്തിലും ഭിന്നാഭിപ്രായക്കാരായാൽ അവരിങ്ങനെ പറയുന്നു, അതേ വിഷയത്തിൽ ഇവരിങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലായി. അവിടെ ചെന്നാൽ അഭിപ്രായം, ഇവിടെ ചെന്നാൽ അഭിപ്രായ വ്യത്യാസം. എന്ത് ചെയ്യും അല്ലേ? നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ എന്താ ചെയ്യാ? നോക്കൂ, അല്ലാഹ് പറയുന്നു, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ തിരുദൂതരിലേക്കും മടക്കണം. അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലൽ ഖുർആൻ, അല്ലാഹുവിന്റെ കിതാബുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും വിട്ടേച്ചിട്ടല്ല മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ നമ്മെ വിട്ടേച്ചിട്ടല്ല റസൂലുള്ളാഹി പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? തറക്തുക്കും ഫി അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചിട്ടാണ് പോകുന്നത്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തദില്ലു, നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. വഴിപിഴക്കാതെ സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള മാർഗം ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? കിതാബുല്ലാഹി വ സുന്നത്തു നബിയിഹി, അത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ്, ഖുർആനാണ്. അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യകളാണ്, സുന്നത്താണ്, പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ സുന്നത്ത്. ഇത് മുറുകെ പിടിക്കുക. ഇത് മുറുകെ പിടിച്ചാൽ, അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ അവരെ കൂടെ, നമ്മൾ ഇവരെ കൂടെ, ഞാൻ ഒന്നിനുമില്ല, ഇതൊന്നുമല്ല. ഒരു മുഅ്മിനിന്റെ നിലപാട് ആരോടാണ് അല്ലാഹ് സംസാരിക്കുന്നത് എന്നറിയത്? നോക്കൂ, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാവണം? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആരോടാണിത്? മുഅ്മിനീങ്ങളോട്. അല്ലാഹുവിലെ വിശ്വാസമുള്ള, ഖിയാമത്ത് നാളിൽ വിശ്വാസമുള്ള, പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ള ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കും. ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, വിശേഷമായി എന്റെ റബ്ബിന്റെ കലാമിൽ, വിശുദ്ധ ഖുർആനിൽ എന്താണുള്ളതെന്ന് പരിശോധിക്കണം. വർ-റസൂൽ, ഹബീബായ പ്രവാചകന്റെ ജീവിതചര്യയിൽ ഇതിന് വല്ല മാതൃകയും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഏത് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ നിലപാട് ഇതാണ്. അതിന് പലർക്കും പറയാം, നമ്മളിപ്പോ ഇതൊക്കെ എങ്ങനെയാണ്, നമ്മളിങ്ങനെ ഇതൊന്നും നോക്കാൻ ഇപ്പൊ അമ്മക്കറിയോ, അതൊക്കെ നമ്മളിപ്പോ എങ്ങനെയാ പഠിക്കല്, അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാര്. ദുനിയാവിന്റെ വിഷയത്തിലില്ല, ആഖിറത്തിന്റെ വിഷയത്തില്, ദീനിന്റെ വിഷയത്തിൽ ഇത് കാണും അല്ലേ? ദുനിയാവിന്റെ വിഷയത്തില് നമുക്കൊരാളൊരു 10 ലക്ഷം രൂപ തന്നു, പലരും പല അഭിപ്രായം പറഞ്ഞു. റബ്ബർ കൃഷിയാണ് നല്ലത്, ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, ഇപ്പൊ സ്വർണത്തിന് ഇങ്ങനെ കൂടാണ്, സ്വർണത്തിലാണ് നല്ലത്. ചില ആളുകൾ പറഞ്ഞു തേങ്ങക്ക് നല്ലതാണ്, ഏതെങ്കിലും തെങ്ങും തോട്ടം പാട്ടത്തിനെടുത്തോ. നമ്മൾ എന്താ ചെയ്യാ? എല്ലാരും പലരും 10 ലക്ഷം കിട്ടിയോണ്ട് പല അഭിപ്രായം, ഞാനിത് തോട്ടിലിട്ടാന്ന് പറയുമോ? ഇല്ല, നമ്മൾ പഠിക്കും. സ്വർണത്തിലാണോ, തെങ്ങും തോട്ടം പാട്ടത്തിനെടുക്കലാണോ, ഇനി റബ്ബർ കൃഷിയാണോ, എന്താണ് ഏറ്റവും ബെറ്റർ എന്ന് നമ്മൾ പഠിക്കും. ആ 10 ലക്ഷം എല്ലാരും പല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആവൂല. ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് നിലപാടുകൾ എടുക്കാൻ അറിയാം, പഠിക്കാൻ അറിയാം, ചോദിക്കാൻ അറിയാം, അന്വേഷിക്കാൻ അറിയാം, വായിക്കാൻ അറിയാം. പരലോകത്തിന്റെ വിഷയത്തുമ്പോ നമുക്ക് എന്താണ്? ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അല്ല, മുഅ്മിനാണോ നമ്മൾ പഠിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത സുബ്ഹ്, ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളെയും കൊണ്ട് സുബ്ഹി നമസ്കാരം നിസ്കരിച്ചു. സുമ്മ ഖബല അലൈനാ,
എന്നിട്ട് റസൂലുള്ള ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞിരുന്നിട്ട് ഫബഅദനാ മൗഇദതൻ ബലീഗ, റസൂലുള്ള വല്ലാത്ത ആശയസമ്പുഷ്ടമായ വല്ലാത്തൊരു ഒരു ഉപദേശം, ഒരു ഖുതുബ ഞങ്ങളോട് നടത്തുകയാണ്. ആ ഖുതുബയെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നു, വജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഫത്ത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ ഹൃദയം കിടുകിടാ വിറക്കുമാർ, ഞങ്ങളുടെ കണ്ണു നിറഞ്ഞൊഴുകുമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആശയസമ്പുഷ്ടമായ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അതീവ ഗൗരവമുള്ള പല ഉപദേശങ്ങളും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, റസൂലേ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുബദ്ദിഇൻ ഫഔസിനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഒരാൾ യാത്ര പറയുമ്പോ ഒരാളുടെ വിടവാങ്ങൽ ഖുതുബ പോലെ ഉണ്ടല്ലോ നബിയേ, ഇത് ഞങ്ങളോട് പ്രത്യേകിച്ച് വല്ലതും വസിയ്യത്ത് ചെയ്യാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. വസംഅ വഇൻ അമറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ, ഒരു കറുത്ത നീഗ്രോ വംശജനായ അടിമയാണ് നിങ്ങളുടെ അമീറാകുന്നതെങ്കിലും അനുസരിക്കണേ, കേൾക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവരെ ഉപദേശിക്കാം. എന്നിട്ട് റസൂലുള്ളാഹി അവസാനം പറയുന്നു, ഫഇന്നഹു മൻ യഅിശു മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ ഉണ്ടാകാം. റസൂലുള്ളാഹി മാർഗ്ഗരേഖ വരച്ചു കാണിച്ചിരുന്നു. എന്ത് ചെയ്യണം നിങ്ങൾ? ഫഅലൈക്കും ബിസുന്നതി, നിഷ്പക്ഷനാണെന്നല്ല, ആ ഗ്രൂപ്പിലാണ്. ഇവിടെ എന്റെ വാപ്പയും കുടുംബക്കാരും, അവിടെ നമ്മളെ വലിയ പണ്ഡിതന്മാര്, ഇതൊന്നുമല്ല. ഫഅലൈക്കും ബിസുന്നതി, ആ വിഷയത്തിൽ എന്റെ ചര്യ എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്ത് വിഷയം? നബിദിനം വന്നോട്ടെ, നമ്മൾ എതിർക്കണ്ട. മൊയ്തീൻ റാത്തീബ് വന്നോട്ടെ, എതിർക്കണ്ട. എന്ത് വേണം? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഫഅലൈക്കും ബിസുന്നതി, ഞാൻ സുന്നിയാകുന്നതുകൊണ്ട് ഇത് കഴിക്കുന്നു, ഞാൻ മുജാഹിദാകുന്നത്, ഞാൻ തബ്ലീഗ്, ഇതൊന്നുമല്ല. ഒരു മുഅ്മിനാണ്, ഇതാണ് വിഷയം. പരലോകത്തിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് എന്ത്? എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ചര്യകൾ, എന്റെ സംസാരങ്ങൾ അത് ഈ വിഷയത്തിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. തീർന്നില്ല. വസുന്നത്തു ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ 4 ഖലീഫമാർ, എന്റെ സ്വഹാബത്ത്, അവരുടെ ചര്യ ഈ വിഷയത്തിലുണ്ടോ പരിശോധിക്കണം. എന്ത് വിഷയങ്ങളും പരിശോധിക്കേണ്ടത് അങ്ങനെയാ. ദീനിന്റെ വിഷയമാണോ അത് പരിശോധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമുള്ളതാണോ? സ്വഹാബത്തിന് പരിചയമുള്ളതാണോ? അല്ലാഹു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് അത് രണ്ടുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിലേക്ക് പുതുതായി കടന്നു വരുന്ന, റസൂലിന് പരിചിതമല്ലാത്ത, സ്വഹാബത്തിന് പരിചിതമല്ലാത്ത ചില ആശയങ്ങൾ, പ്രവർത്തനങ്ങൾ, ആരാധനകൾ കടന്നു കൂടുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, ബിദ്അത്തുകൾ ദീനിലേക്ക് കടന്നു വരുന്നതൊക്കെ ദലാലത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ സമീപനം. ഇങ്ങനെ ആവണം നമ്മുടെ സമീപനം. ഇതിന് സംഘടനാ പക്ഷപാതിത്വമൊന്നുമില്ല. ഞാൻ ഇന്ന ഗ്രൂപ്പിലാണെങ്കിൽ ഇങ്ങനെ നോക്കും, ഇന്ന ഗ്രൂപ്പിലാണെങ്കിൽ ഇങ്ങനെ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ, ഇതൊന്നുമല്ല. മുഅ്മിനാണോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ? ഇങ്ങനെ വേണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരുപാട് വ്യത്യസ്തമായ കക്ഷികൾ ഉണ്ടാകുമ്പോ 71ഉം 72ഉമായി പൂർവികർ വൈവരിയുമ്പോ 73 വിഭാഗമാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, 72 വിഭാഗവും നരകത്തിലാണ്. എങ്ങനെ? 73 വിഭാഗമായി പിരിയുമ്പോ 72 വിഭാഗവും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഏതാ വിഭാഗം? അത് നമ്മൾ ഉള്ള വിഭാഗമാണ് അല്ലേ? അത് നമ്മൾ, ഇതാണ് എല്ലാവരും സംസാരം. എന്നാൽ നോക്കൂ, ഏതെങ്കിലും സംഘടനയെ കുറിച്ചിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൽ വാഹിദ, ഏതാണ് റസൂലേ ആ ഫിർഖത്തുൻ നാദിയ, ഏതാണ് ആ ത്വായിഫത്തുൽ മൻസൂറ, പരലോകത്ത് വിജയിക്കുന്ന കക്ഷി ഏതാണ് റസൂലേ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിനും അവകാശമില്ലാത്ത രൂപത്തിൽ കൃത്യമായ മറുപടിയാണ് നൽകുന്നത്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി അൽ യൗം. തീർന്നു.
പ്രശ്നങ്ങൾ അവസാനിച്ചു. ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേതൊരു ആദർശം ഉൾക്കൊണ്ടുകൊണ്ടാ, ഏതൊരു വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാ, ഏതൊരു ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന ആ ഫിർഖത്തുൻ നാജിയ. നമ്മൾ പരിശോധിക്കണം, ഏത് സംഘടന എന്നുള്ളതല്ല. ഞാൻ ആഘോഷിക്കുന്ന എന്റെ ആഘോഷങ്ങൾ, എന്റെ ഇബാദത്തുകൾ, എന്റെ വിശ്വാസങ്ങൾ, ഇതൊക്കെ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ളതാണോ? അതല്ല ഇത് നല്ലതാണെന്നും പറഞ്ഞിട്ട് അങ്ങനല്ലേ? നബിദിനത്തെ കുറിച്ചൊക്കെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം മുമ്പില്ല. ഹിജ്റ 300 എന്നാലോ അത് വേണ്ടെന്നല്ല, നല്ലതാ. അങ്ങനെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചിതമല്ലാത്തത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നത് സ്വഹാബത്തിനെ കുറിച്ച്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. സാബിഖീങ്ങളായ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത്, അവരെ ഫോളോ ചെയ്യുന്ന ആളുകളും അല്ലാഹു അവരെയാണ് തൃപ്തിപ്പെടുന്നത്. എല്ലാവരെയല്ല, അവര് ജീവിച്ചതുപോലെ ജീവിക്കുന്ന ആളുകൾ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ, അവരെയാണ് അല്ലാഹു തൃപ്തിപ്പെടുന്നത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു, മനി ബിത്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസന. ഈ മതത്തിലേക്ക് ചില കാര്യങ്ങൾ, പുത്തനായ ആചാരങ്ങൾ കൂട്ടിച്ചേർക്കുകയും നല്ലതാണെന്ന് പറയുകയും ചെയ്താൽ അയാൾ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ഹബീബായ പ്രവാചകൻ ആ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാതെ വഞ്ചന കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് എടുക്കാനുള്ളതല്ല. ഒരു പുതിയ നിസ്കാരം, ഒരു പുതിയ ദിക്ർ, ഒരു പുതിയ നോമ്പ്, ഒരു പുതിയ ആഘോഷം, ഇത് കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയും ഇത് നല്ലതാണ്. നബി ചെയ്തിട്ടുണ്ടോ? നബി ഒന്നും ചെയ്തിട്ടില്ല. സഹാബത്തോ? ഇല്ല, സഹാബത്തൊന്നുമില്ല, അതിനൊക്കെ ശേഷം വന്നത്, പക്ഷെ നല്ലതാണ്. അങ്ങനെ വന്നാൽ നോക്കൂ, ഇമാം മാലിക് ആ വിഷയം അവസാനിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിൽ ഒരു ആയത്തുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് നിങ്ങളുടെ മതം അല്ലാഹ് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെയാണ് ഈ ആശയം, ഈ സംസാരം അതിനെതിരെയാണ്. അല്ലാഹ് പറയാണ് പൂർത്തീകരിച്ചിട്ടുണ്ട്, നമ്മൾ പറയാ അങ്ങനെ പൂർത്തിയായിട്ടൊന്നുമില്ല, ചില നല്ലതും കൂടെ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഹോജാക്കന്മാർക്കും നമ്മുടെ ശൈഖുമാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ സംഘടനയിലുള്ളവർക്ക് മനസ്സിലായത്. ഇമാം മാലിക് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനു അൽ യൗമ ദീനാ. ശ്രദ്ധിക്കണം, അന്ന് ദീനല്ലാത്ത എന്ന് 10 വർഷം മുമ്പല്ല, 100 വർഷങ്ങൾക്ക് അല്ലേ? ചില മാലകൾക്കും ചില മൗലിദുകൾക്കൊക്കെ 200, 300, 400 ഒക്കെ പഴക്കുള്ളൂ. അന്ന് ദീനല്ലാത്തതെന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അതിനുശേഷം സുമ്മല്ലദീന യലൂനഹും, സഹാബത്തിന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, താബികളുടെ നൂറ്റാണ്ടാണ്. ആ ഒരു ജനറേഷൻ തലമുറയ്ക്ക് ശേഷമുള്ളതല്ല, അതിനു മുമ്പുണ്ടോ എന്ന് പരിശോധിക്കണം. അന്ന് ദീനല്ലാത്തതൊന്നും ഫലാ യകൂനു അൽ യൗമ ദീന, ഇന്നും ദീനല്ല. അന്ന് എന്താണോ ദീന് അതിനാണ്. അന്ന് എങ്ങനെയാണോ ളുഹർ നമസ്കാരം, അതേ നിസ്കാരമാണ് ഇന്നും. അന്ന് എന്തൊക്കെ ദിക്റുകളാണോ, അന്ന് സുബ്ഹാനല്ലാഹ് 33 നിസ്കാരത്തിന് ശേഷം, ഇന്നും 33. അതെന്താ 34 ആക്കിയാല്? നബി ചെയ്തിട്ടില്ല. അല്ല, നല്ലതല്ലേ, ആയിക്കോട്ടെ, വേണ്ട. അന്ന് ദീനല്ലാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. ഇതാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണിത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. സ്വഹാബത്തും അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഏത് രൂപത്തിൽ ജീവിച്ചോ അതേ രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് യോജിക്കുന്നത്. ഒരു വിശ്വാസിയാവാൻ, ഫിർഖത്തുൻ നാജിയ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ സ്വഹാബത്തിനോടൊപ്പം ഇരിക്കുകയാണ്. മണലിൽ പ്രവാചകൻ ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തം ബിയദിഹി, ആ മണൽപ്പരപ്പിലൂടെ റസൂലുള്ളാഹി ഒരു നേർരേഖ അങ്ങ് വരച്ചു.
എന്നിട്ടോ റസൂലുള്ളാഹി പറയാണ് ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഇതാണ് നേരായ മാർഗം, ഇതാണ് സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത്. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, എന്നിട്ട് അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒരുപാട് വരകൾ റസൂലുള്ളാഹി വരച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു സുമ്മ ഖാല ഹാദിഹി സുബുൽ, ഇതാണ് മാർഗങ്ങൾ. ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് സംഘങ്ങളുണ്ട്, ഒരുപാട് കക്ഷികളുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇല്ലാ അലൈഹി ശൈത്വാനുൻ യദ്ഉ ഇലൈഹി, ഈ സിറാത്തുൽ മുസ്തഖീമിലേക്കല്ലാത്ത ഏത് മാർഗത്തിൽ നിങ്ങൾ പോയാലും അവിടെയൊക്കെ ശൈത്താൻ ഉണ്ടാകും. എന്താ അവന്റെ പരിപാടി? ഇങ്ങോട്ട് വന്നോളി, അവിടെ നല്ലതുണ്ടാകും, ആകർഷണീയമായതുണ്ടാകും, വളരെ സുന്ദരമായതുണ്ടാകും. ഇതെന്താ കുഴപ്പം നമുക്ക് തോന്നും. അങ്ങനത്തെ ചില കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 153-ാമത്തെ വചനം ഓതി സഹാബത്തിന് കേൾപ്പിച്ചു. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് എന്റെ ശരിയായ മാർഗം. ഫത്തബിഊഹ്, ഇതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഏതാണ് ആ ശരിയായ മാർഗം? റസൂലുള്ളാഹി പഠിപ്പിച്ചത്, റസൂലുള്ളാഹി വിശ്വസിച്ചത്, റസൂലുള്ളാഹി വിശ്വസിക്കാൻ പറഞ്ഞത്, സഹാബത്തെ ആചരിച്ചത്, സഹാബത്തിന് പഠിപ്പിച്ചോട് അന്നുള്ളത് ഇതാണ്. ഫത്തബിഊഹ്, ഇതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, മറ്റനേകം മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ അതൊന്നും സഹാബത്തെ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ നിങ്ങൾ ആ വഴിയെ പോയാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. ദാലികും വസ്സാകും ബിഹി, ദാലികും വസ്സാകും ബി, ഇത് വസിയ്യത്താണ്, ഇത് റസൂലുള്ളാഹിന്റെ വസിയ്യത്താണ്, ഇത് അല്ലാഹുവിന്റെ വസിയ്യത്താണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 137-ാമത്തെ ആയത്ത് നോക്കൂ. അല്ലാഹ് പറഞ്ഞു നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞ അവസാന സമയത്ത് വിഗ്രഹാരാധന വരെ നടക്കും. ഇതൊക്കെ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഖബറിങ്കൽ പോയി സുജൂദ് ചെയ്യുന്ന ആളുകൾ, ജാറം മൂടുന്ന ആളുകൾ. അല്ലാഹു സഹോദരങ്ങൾ, ഇതൊന്നും ഒരു കക്ഷിത്വത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു സംഘടനയോ പേരിലല്ല ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ എന്ത് നിലപാടെടുക്കണം, ഓരോ വിഷയത്തിലും പരിശോധിക്കണം. ഞാൻ ഇന്ന സംഘടനയില, നമ്മുടെ സംഘടനാ മെമ്പർഷിപ്പ് ഒന്നും സ്വർഗത്തിലേക്കുള്ള മെമ്പർഷിപ്പ് അല്ല എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. മുഅ്മിനാണോ, നമ്മുടെ നിലപാടിലാവണം. ഞാൻ മുഅ്മിനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ നിലപാട്, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്റെ നിലപാടിതാണ്. നോക്കൂ, അല്ലാഹ് പറയാൻ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ഫഖദ് ഇഹ്തദൗ. ഒരു ദിവസം 17 തവണ റബ്ബിനോട് ദുആ ചെയ്യുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നീ ഹിദായത്തിലാക്കണേ. ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ, ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ അല്ലാഹ് കണ്ടീഷൻ വെക്കുന്നു. സൂറത്തുൽ ബഖറ 137-ാമത്തെ ആയത്ത് ഫഇൻ ആമനൂ, അത് എന്ത് വേണമെന്നറിയോ? അവർ വിശ്വസിക്കണം. അല്ലാഹ് പറയാണ് ഫഇൻ ആമനു, അവർ വിശ്വസിച്ചാൽ. എങ്ങനെ വിശ്വസിക്കണം? ബിമിസ്ലി മാ ആമൻതും ബി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. ആരോടാണ്? സ്വഹാബത്തിനോടാണ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെയാണ് നമ്മുടെ ഈമാൻ എങ്കിൽ ഫഖദ് ഇഹ്തദൗ, പ്രാർത്ഥന സഫലീകരിക്കും. ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ ഹിദായത്തിലാകും. അല്ലാഹ് പറയാം ഇനിയോ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അതിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാൽ ദൗർഭാഗ്യവാന്മാരാണ്. ആലോചിക്കണം, പരിശോധിക്കണം നമ്മുടെ ഓരോ വിശ്വാസവും. നമ്മൾ യഥാർത്ഥ അഹ്ലു സുന്ന വൽ ജമാഅത്താണോ? യഥാർത്ഥ ഒരു സുന്നിയാണോ? അതാണ് പരിശോധിച്ചത്. എന്താണ് സുന്നി? റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിക്കുന്നവൻ, റസൂലുള്ളാഹി ചെയ്തതുപോലെ, റസൂലുള്ളാഹി വിശ്വസിച്ചതുപോലെ, റസൂലുള്ളാഹി ആചരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ആ ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണോ നമ്മളെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈമാനും ആ കർമ്മങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ. അവരോട് പറയപ്പെട്ടാൽ
അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, ഖുർആനിന്റെ ആശയത്തിലേക്കും ആദർശത്തിലേക്കും വരൂ. ഇതാണ് ഖുർആനിന്റെ ആയത്ത്, ഇതാണ് ഖുർആനിന്റെ ആശയം, ഇതാണ് പ്രവാചകന്റെ ശരി. ഇങ്ങനെ പറഞ്ഞാൽ അവരുടെ മറുപടി എന്താണ്? ആരെക്കുറിച്ചിട്ടാണ്? നരകാവകാശികളെ കുറിച്ചിട്ടുള്ള പറയാം. അവരുടെ മറുപടി ഖാലു ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങൾ ഇങ്ങനെ ആയത്ത് നോക്കിയിട്ടും ഖുർആനിന്റെ അതൊന്നുമല്ല. ബൽ നത്തബിഉ, ഞങ്ങൾ പിൻപറ്റുന്നത് മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ ബാപ്പാര്, ഞങ്ങളുടെ പ്രപിതാക്കന്മാർ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്. ഇതൊക്കെ എത്ര കാലമായിട്ടുള്ള, നിങ്ങൾ ഇപ്പം തുടങ്ങിയതല്ലേ? എന്താ ആയത്ത്? ആയത്തും ഹദീസും ഒക്കെ അവിടെ നിൽക്കട്ടെ. മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ വാപ്പാരൊക്കെ ഇങ്ങനെ ജീവിച്ചത്, ഞങ്ങളും ഇങ്ങനെ ജീവിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അവരെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? അവലൗ കാന ശൈത്വാനു യദ്ഉഹും ഇലാ അദാബിസ് സഈർ, നരകത്തിലേക്കാണ് ശൈത്വാൻ അവരെ ക്ഷണിക്കുന്നതെങ്കിലോ ഓലെ മറുപടി ഇങ്ങനെ പറയാ, എന്റെ വാപ്പയൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ, ഞങ്ങളുടെ ഉസ്താദുമാര് നരകത്തിലാണെങ്കിൽ ഞങ്ങളും ആ നരകത്തിലായിക്കോട്ടെ. ആയത്തുണ്ട്, ആയത്തുണ്ടായിക്കോട്ടെ, ആയത്ത് ഞങ്ങൾക്ക് വേണ്ട. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബുദ്ധിയുള്ള നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ ദീൻ, നമ്മുടെ ആ തരത്തിലുള്ള ഇബാദത്തുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ സ്വഹാബത്തിന്റെയും പ്രവാചകന്റെയും വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെയായി മാറ്റിരച്ചു നോക്കാനും, എവിടെയെങ്കിലും വ്യതിരക്തത തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് തിരിഞ്ഞു പോകാനും നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ ഒറ്റക്കാകുന്ന പാരത്രിക ലോകത്ത് പരാജയപ്പെട്ടു പോകുമെന്നാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രവാചകൻ പഠിപ്പിച്ചതിൻ്റെ അർത്ഥം. നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കുക. യഥാർത്ഥ ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആയിക്കൊണ്ട്, യഥാർത്ഥ ഒരു സുന്നിയായിക്കൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.